ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വെച്ചാൽ നമ്മുടെ ഒരു തക്കാളിയുടെ വീഡിയോ ആണ്. അപ്പം നമ്മൾ ഒരുപാട് നാളായി നമ്മളൊരു പച്ചക്കറിയുടെ വീഡിയോ അല്ലെങ്കിൽ തക്കാളിയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ തക്കാളിയുടെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീണ്ടും തക്കാളിയുടെ വീഡിയോ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് തക്കാളിയൊക്കെ ഹാർവസ്റ്റിനായിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പം പെട്ടെന്ന് റെഡിയായതല്ല, ഞാൻ 2-3 ദിവസം നമ്മുടെ ഈ വീഡിയോ എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങളെന്ന് കാണിക്കണമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ പറിക്കാമെന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒരുമിച്ച് പഴുത്ത് നിൽപ്പുണ്ട്. എനിക്ക് നല്ല പണിയായിട്ടുണ്ട്. ഞാനിപ്പോൾ തൈയാണ് നട്ടേക്കുന്നത്. തൈ മേടിച്ച് നടുകയാണ് ചെയ്തത്. നമുക്ക് നല്ല മഴയൊക്കെ ആയത് കാരണം വിത്തിട്ട് ക്ലിപ്പിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ തൈകളാണ്, നല്ല ഇനം ഹൈബ്രിഡ് തൈകളൊക്കെ നമുക്കിപ്പോൾ ചെറിയ നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ തൈകൾ മേടിച്ച് നമുക്ക് നമ്മുടെ വീടുകളിൽ തക്കാളി നട്ട് വളർത്താം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ തക്കാളി ചെടിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല വിളവ് ഉണ്ടല്ലേ. നിങ്ങൾക്കത് പഴുത്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ വീഡിയോയിൽ. ഇതൊരു ഏകദേശം ഒരു 10 മൂടുണ്ട് കേട്ടോ. ഞാൻ തികച്ചും ജൈവ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ തക്കാളി കൃഷി, തക്കാളി മാത്രമല്ല എല്ലാം കൃഷി ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ജൈവ രീതി ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് മുടങ്ങാതെ നമ്മൾ വളം കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മുടങ്ങാതെ നമ്മൾ ഇതിൻ്റെ മരുന്നുകളും കൂടി, കീടങ്ങളെ ഒഴിച്ചു നിൽക്കാനുള്ള നമ്മുടെ ഈ മരുന്നുകളും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ഞാൻ പ്രധാനമായിട്ട് ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്യൂഡോമോണസ്, അതുപോലെ തന്നെ ബിവേറിയ, പിന്നെ പെർട്ടിസിലിയം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ചെടികളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം അടുപ്പിച്ചങ്ങ് അപ്ലൈ ചെയ്യല്ല, 1-2 ദിവസങ്ങൾ ഗ്യാപ്പ് വെച്ചിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഈ തക്കാളിനകത്ത് പ്രധാനമായിട്ട് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ മീലി ബഗിൻ്റെയും അതുപോലെ തന്നെ വെള്ളീച്ചയുടെയും ശല്യമാണ് കേട്ടോ. വെള്ളീച്ച പിന്നെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താം, പക്ഷേ മീലി ബഗൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ ചെടി മൊത്തത്തിൽ നശിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ അതിന് വേണ്ടുള്ള മാർഗ്ഗങ്ങൾ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ചെടി മൊത്തത്തിൽ നമുക്കതിൻ്റെ റിസൾട്ട് നമുക്കതിൽ നിന്നൊന്നും കിട്ടാതെ ഒരവസ്ഥയിലേക്കാവും. അപ്പോൾ ജൈവ രീതിയിൽ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഈ 3 കാര്യങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫിഷ് അമിനോ ഏറ്റവും നല്ലൊരു വളവും അതുപോലെ തന്നെ ഒരു പെസ്റ്റിസൈഡ് കൂടിയാണ് നമ്മുടെ ഈ ഫിഷ് അമിനോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഫിഷ് അമിനോ ആണ് ഏറ്റവും നല്ലത്. നമ്മളെ മത്തിയാണ് ഏറ്റവും നല്ലത്. ചാള എന്ന് പറയുന്നത് ആ മീൻ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മീനിൻ്റെ വേസ്റ്റ് വെച്ചിട്ടും നമുക്കത് തയ്യാറാക്കാം. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ മുടങ്ങാതെ കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ആഴ്ച ചെയ്തിട്ട് അടുത്ത ആഴ്ച മുടങ്ങരുത് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ നല്ലൊരു ഇടവേളകളിൽ നമ്മളെ ചെടികൾക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതലും ഈ പറഞ്ഞ കീടങ്ങളെയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ കെമിക്കൽ നമുക്ക് വീടുകളിൽ നട്ട് വളർത്തുന്നതാകുമ്പോൾ നമുക്കതിൽ നിന്ന് പിച്ചി കഴിക്കേണ്ടതാകുമ്പോൾ നമുക്ക് വിഷം അടിക്കാൻ തോന്നില്ല. പക്ഷേ ചിലർ കെമിക്കലായിട്ടുള്ള മരുന്നുകൾ അവരുടെ നിവർത്തികേട് കൊണ്ടായിരിക്കും ചിലപ്പം ചെയ്തു പോകുന്നത് കേട്ടോ. മീലിബഗൊക്കെ വന്നിട്ട് അങ്ങ് മൊത്തത്തിൽ ചെടി മൊത്തം നാശമായി പോകുന്ന അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെമിക്കൽ നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ചിലപ്പം കിട്ടും. അത് വിഷമല്ലേ സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ചെടികളിൽ കായ്കളൊക്കെ നിൽക്കുമ്പോൾ അത് ഭയങ്കര ദോഷം ചെയ്തതേ ഉള്ളൂ കേട്ടോ. നമുക്കതിൽ നിന്ന് ആ ഫ്രൂട്ട്സ് പിന്നെ കഴിക്കാനേ തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യാതെ നമുക്ക് ജൈവ രീതിയിൽ തന്നെ നമ്മുടെ കൃഷി നോക്കാം. അപ്പം ജൈവ രീതി നോക്കുമ്പോഴാണെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് നമ്മുടെ എക്സ്പെൻസ് കൂടിയിരിക്കും. ഒരുപാടല്ല, നമ്മൾ കടയിൽ നിന്ന് വിഷം മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടിയും ഭേദമല്ലേ നമുക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട് ഇതുപോലെ ജൈവ രീതിയിൽ നമ്മുടെ കൃഷി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ കുറേയൊക്കെ വിളവെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി വിളവെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ നമ്മൾ തക്കാളിയിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പ്രധാനമായിട്ട് വരുന്ന കീടമെന്ന് പറയുന്നത് നമ്മുടെ മീലി ബഗിൻ്റെ അതുപോലെ തന്നെ വൈറ്റ് ഫ്ലൈയുടെയും കൂടുതൽ അറ്റാക്കാണ് തോന്നാറുള്ളത് ഞാൻ കൃഷി ചെയ്തതിൽ വെച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജൈവ രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കീടങ്ങളൊക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കാം, നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ ഇന്ന് ചെയ്തിട്ട് നാളെ ചെയ്യാതിരുന്നാൽ ശരിയാവില്ല. മുടങ്ങാതെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മീലിബഗിനെയൊക്കെ നമുക്ക് ഒഴിവാക്കി നിർത്താം നമ്മുടെ തോട്ടത്തിൽ നിന്ന്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ തക്കാളിയുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.